കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് കരിമണൽ കർത്തയുടെയൊക്കെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസിൻ്റെ അടിസ്ഥാനത്തിൽ തായ്ക്കണ്ടിയിൽ വീണ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ്റെ മകൾക്ക് നേരെ നടക്കുന്ന ഒരു അന്വേഷണമാണ്. അദ്ദേഹം CPM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ അന്വേഷണം നടക്കുമ്പോൾ തന്നെ അതിലേറ്റവും രസകരമായിട്ടുള്ളൊരു വസ്തുതയുണ്ട്. കാരണം അവരുടെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 2.72 കോടി രൂപയാണ്. ആ 2.72 കോടി രൂപ എന്ന് പറഞ്ഞാൽ പോലും അതിൽ 50 ലക്ഷം രൂപ തിരിച്ചടച്ച പണമാണ്. എന്ന് പറഞ്ഞാൽ ഒരു 2.22 കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് മാത്രമേ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരുള്ളൂ. അപ്പോൾ ഈ 2.22 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ പോയി കഴിഞ്ഞാൽ പോലും യഥാർത്ഥത്തിൽ നമ്മുടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ വിശ്വസിക്കാമെങ്കിൽ 182 കോടിയിൽ നിന്ന് നമ്മളൊരു 2,22,00,000 പോയാൽ പോലും ഏതാണ്ട് 179 കോടിയോളം രൂപ വരും, അല്ലെങ്കിൽ 180 കോടിയുടെ അടുത്ത് തന്നെ വരും. അപ്പോൾ ഈ 179 കോടി 88 ലക്ഷം രൂപ വരും. അപ്പോൾ അത്തരത്തിലുള്ള എമൗണ്ടുകൾ വരും. പക്ഷേ ഇതെങ്ങനെയാണ് ഇങ്ങനെ ഒരു അന്വേഷണം പോകുന്നത് എന്നുള്ളത് വളരെ ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കിണ്ടി കാണാതായി എന്ന് വിചാരിക്കുക. അതുകൂടാതെ ഒരു 10 പവൻ സ്വർണത്തിൻ്റെ മാല കൂടി കാണാതായെങ്കിൽ നമ്മളൊരു കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടുമ്പോൾ ആ കിണ്ടി കാണാതായ കള്ളനെ കണ്ടുപിടിക്കണമെന്നല്ലല്ലോ നമ്മൾ ആവശ്യപ്പെടുക. യഥാർത്ഥത്തിൽ നമ്മൾ ആവശ്യപ്പെടുക 10 പവൻ്റെ സ്വർണ്ണമാല കണ്ടുപിടിക്കണമെന്നുള്ളതാണ്. കാരണം അതാണ് കൂടുതൽ വാല്യൂ ഉള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടത്തുന്നത് വളരെ വിചിത്രമായിട്ടുള്ളൊരു അന്വേഷണമാണ്. കാരണം 179 കോടിയൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. യഥാർത്ഥത്തിൽ ഈ 2,22 ലക്ഷം രൂപയുടെ അന്വേഷണം തകൃതിയായി നടക്കട്ടെ എന്നുള്ളതാണ് ED വിചാരിക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അതുതന്നെയാണ് നേരത്തെ SFIOയും ഒക്കെ വിചാരിച്ചത്. പിന്നെ ഇതിന് വേണമെങ്കിൽ അവർക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, മറ്റതിനൊന്നും തെളിവില്ല, അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് 2.72 കോടി രൂപ അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ട് ഞങ്ങൾ എളുപ്പമുള്ള പണി ആദ്യം നോക്കിയതാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ന്യായം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും നമ്മുടെ മാധ്യമങ്ങളൊക്കെ വളരെ വീരശൂര പരാക്രമത്തോടു കൂടി ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. ഇവരുടെയൊക്കെ തൊലിക്കട്ടി കാശിരംഗ നാഷണൽ പാർക്കിലെ കാണ്ടാമൃഗത്തേക്കാൾ എത്രത്തോളം കൂടുതലാണ് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ കരിമണൽ കർത്തയുടെ കയ്യിൽ നിന്നും ഇത്തരത്തിലുള്ള ഡയറികൾ പിടിച്ചപ്പോൾ അതിൽ പറഞ്ഞിരുന്നൊരു കാര്യം, നിരവധി മാധ്യമ പ്രവർത്തകർക്കും അതുപോലെ തന്നെ മാധ്യമ സ്ഥാപനങ്ങൾക്കുമൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഏറ്റവും കുറഞ്ഞത് ഒരു 16 കോടി രൂപയെങ്കിലും വരുമെന്നാണ്. അപ്പോൾ ഈ 16 കോടി രൂപ എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം, ഇവിടുത്തെ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്കോ ചെറിയ ചെറിയ ഓൺലൈൻ യൂട്യൂബേഴ്സിനോ ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ലല്ലോ. കാരണം അവർക്കൊക്കെ ഓരോ കോടി വെച്ച് കൊടുക്കാൻ ഇവർക്ക് തലക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് ആർക്കാണ് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇപ്പം നമുക്കറിയാം, രമേശ് ചെന്നിത്തലക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്, കുഞ്ഞാലിക്കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്, കൂടാതെ VD സതീശന് കിട്ടിയിട്ടുണ്ട് 5 ലക്ഷം എന്നുള്ളത് അദ്ദേഹവും സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നിരവധി ഇതുപോലെയുള്ള നേതാക്കന്മാരൊക്കെ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആകെ അതിൽ PV എന്ന് പേരുണ്ടായിരുന്ന ഒരാൾ അത് പിണറായി വിജയനാണെന്ന് പറഞ്ഞ് വാർത്ത വന്നിരുന്നു. പക്ഷേ അത് പിണറായി, ആ PV ഞാനല്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റു ചിലർക്ക് കൂടി ഈ പണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ളതിൽ ചില നേതാക്കൾ വന്ന് തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. തുറന്ന് സമ്മതിച്ചു എന്നുള്ളതുകൊണ്ട് കാര്യമില്ല. കാരണം ഏത് അക്കൗണ്ടിൽ ഏത് വഴി ആണ് പണം മേടിച്ചത് എന്നൊക്കെ അവർ തുറന്നു പറയാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ, നിങ്ങൾ ഏത് അക്കൗണ്ടിലാണ്, പാർട്ടി അക്കൗണ്ടിലേക്കാണ് പണം മേടിച്ചത് എന്നുള്ളത് പോലും ED ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. കാരണം EDയെ സംബന്ധിച്ച് 2,22 ലക്ഷം എന്ന് പറയുന്നത് 179 കോടി 88 ലക്ഷത്തേക്കാൾ വലുതാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതവിടെ നിൽക്കട്ടെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ പിന്നെ ആർക്കായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക, ഏത് മാധ്യമങ്ങൾക്കായിരിക്കും? അതിൽ ഏറ്റവും ആദ്യമേ തന്നെ മാധ്യമങ്ങളെങ്കിലും തുറന്ന് പറയേണ്ടത്, ഇതേ ഞങ്ങൾക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് പറയേണ്ടത്. പക്ഷേ അതൊന്നും പറയാൻ അവർ തയ്യാറായിട്ടില്ല. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് റിപ്പോർട്ടർ ചാനലിലെ ആൻഡ് ഓഗസ്റ്റിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്കിത് കിട്ടിയിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1-2 തവണ നമ്മുടെ പ്രിയപ്പെട്ട അജിംസ് മീഡിയ വണ്ണിലിരുന്ന് അദ്ദേഹം എറണാകുളത്ത് വർക്ക് ചെയ്തപ്പോൾ ഇതുപോലെ കരിമണൽ കർത്തയുടെയൊക്കെ ആളുകൾ, ഈ CFO ഒക്കെ ആയിട്ടിരുന്ന ആളുകളടക്കം ഇദ്ദേഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു, എന്ത് വേണമെന്ന് ചോദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹവും അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം മീഡിയ വണ്ണും ഇത് വാങ്ങിച്ചിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. പിന്നെ 2 മാധ്യമങ്ങളെ കൂടി വേണമെങ്കിൽ നമുക്കിതിൽ ഒന്ന് ഒഴിവാക്കാം. അതിലൊന്ന് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയുന്ന പോലെ ന്യൂസ് മലയാളമാണ്. അപ്പോൾ അവർ ഈ അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ നേരത്തെ എന്തായാലും അവർക്കിത് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം.
പിന്നെ 24 ന്യൂസാണ്, അവർക്ക് ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം. കാരണം അവർ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മാത്രം വന്ന ഒരാളാണ്. എന്തായാലും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന ചാനലുകളൊക്കെ മാറ്റിവെച്ചാൽ പിന്നീട് കേരളത്തിലുള്ള പ്രമുഖമായിട്ടുള്ള ചാനലുകൾ ആരൊക്കെയാണ്? ഒന്ന് ഏഷ്യാനെറ്റ് ഉണ്ട്, മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് നിരവധി ന്യൂസ് 18 പോലെയുള്ള മറ്റ് നിരവധി ചാനലുകളുണ്ട്. അപ്പോൾ ഇത്തരം ചാനലുകളിൽ ആർക്കെങ്കിലും ആയിരിക്കുമോ ഇത് കിട്ടിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇതിലുള്ള ഏതെങ്കിലും മാധ്യമ പ്രവർത്തകനായിരിക്കുമോ കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. എൻ്റെ ചെറിയ റിക്വസ്റ്റ് എന്ന് പറയുന്നത്, മേടിച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഈ പല മാധ്യമങ്ങളിലുമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകളൊക്കെ തന്നെ ഞാൻ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. പെരിയാറിൻ്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് ഇവർ വലിയ പരമ്പരകളൊന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ചെറിയ കോളം ന്യൂസുകളിലൊക്കെ ഒതുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവരിൽ ആരെങ്കിലും പണം മേടിച്ചോ ഇല്ലയോ എന്നൊന്നും പറയാൻ നമ്മൾ ആളല്ല. പക്ഷേ ഇത്തരത്തിലുള്ള കോടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വലിയ സ്ഥാപനങ്ങൾക്കായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ആ സ്ഥാപനങ്ങളിൽ ഇതുപോലെയുള്ള മനോരമ ന്യൂസ് ആണെങ്കിലും മാതൃഭൂമി ന്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ ന്യൂസ് 18 ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ന്യൂസുകളാണെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഇനി അവർക്ക് സംഭാവനയായിട്ടോ പരസ്യമായിട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തിട്ടുള്ള പണം എത്രയാണ്, അല്ലെങ്കിൽ അത് മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ചില ആളുകൾ പോലും മേടിച്ചിട്ടുണ്ട് എന്നുള്ളതുണ്ട്. അവരൊക്കെ കൂടി ഒന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് നടത്തിയാൽ കുറേ കൂടി ഭംഗിയായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ ഒരു 5 കോടി മേടിച്ച് കയ്യിൽ വെച്ചിട്ട് നമ്മൾ 2 കോടി മേടിച്ച ഒരാളെ കുറ്റം പറയുന്നതിൽ ഒരു അഭംഗിയില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാറുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഭംഗി ഈ പറയുന്ന പോലെ കൂടുതൽ കൊണ്ടു നടക്കരുത്. നമുക്കിത് കുറച്ചുകൂടി ഭംഗിയാക്കാം. ആ ഭംഗിയാക്കുന്നതിന് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും ഒക്കെ ആദ്യമേ തന്നെ അവരവർ മേടിച്ചതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ട് വളരെ ഗംഭീരമായി അടുത്ത വിമർശനങ്ങളുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഓണാശംസകളും. കൂടാതെ ഇതുപോലെ മാധ്യമ പ്രവർത്തകർക്കും മാധ്യമങ്ങൾക്കും ഒക്കെ തന്നെ ഇപ്പോൾ കരിമണൽ കർത്ത ഇല്ലെങ്കിലും മറ്റാരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഓണം ആഘോഷിക്കാനുള്ള കിറ്റുകൾ നമുക്ക് ചിലപ്പോൾ സംഭാവനകളൊക്കെ തന്നെ കിട്ടുമായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുന്നു. വിടാം.